ഹാഫ് ക്ലച്ച് അതെവിടെ, എങ്ങനെയാണ് വണ്ടി കയറ്റത്തിൽ നിന്ന് എടുക്കുക, ആ ഒരു ഇതും കൂടെ ഞാൻ എന്ത് ചെയ്യാണ് ഇവനിലൂടെ പറഞ്ഞു തരുവാണ്. കാരണം എക്സ്പീരിയൻസ് ഉള്ള ആളല്ല. നിനക്ക് എത്ര ക്ലാസ് എന്ന് ഇപ്പം എത്രാമത്തെയായി? മൂന്നാമത്തെ ക്ലാസ് അവനായി. അപ്പോൾ ഇന്ന് നമുക്ക് കയറ്റത്തിൽ നിന്നും കൂടെ ഒന്ന് എടുക്കാണ്ട് അതും കൂടെ നമ്മൾ എന്ത് ചെയ്യുവാണ്, ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ പറയുവാണ്. നമ്മളെല്ലാം എന്താക്കുന്നുണ്ട്, ഈ പഠിപ്പിക്കുന്ന സമയത്ത് തന്നെ എല്ലാം വെക്കുന്നുണ്ട്. അല്ലെങ്കിൽ സ്റ്റിയറിംഗ് ബാലൻസ് ഒരു 5 ക്ലാസ് സ്റ്റിയറിംഗ് ബാലൻസ് ആയിട്ട് ബാക്കി ഗിയറിലോട്ട് വരാൻ എന്നില്ല. നമ്മൾ കൊടുക്കുമ്പോൾ വരുമ്പോൾ തന്നെ എല്ലാ കാര്യങ്ങളും പറയും. എന്നിട്ട് അത് മെല്ലെ മെല്ലെ എന്ത് ചെയ്യും, അവർക്ക് കൊടുത്ത് അവർക്ക് മനസ്സിലാവുന്ന രൂപത്തിലാണ് പോണേ. അപ്പോൾ ഇവനിപ്പം ഫസ്റ്റ് ഗിയറിലും സെക്കൻഡ് ഗിയറിലും ഇവന് മെല്ലെ പോകാൻ പറ്റുള്ളൂ. ഇവന് എന്ത് ചെയ്താൽ മതി, സെക്കൻഡ് ഗിയറിൽ പോയാൽ മതി. അല്ലാതെ ഞാൻ അവിടെ നിന്ന് തേർഡിലിട്ടോ അല്ലെങ്കിൽ ഫോർത്തിലിട്ടോ എൻ്റെ ഇഷ്ടപ്രകാരം ഞാൻ എന്താക്കൂല, അവരെ കൊണ്ടുപോകില്ല. അവൻ്റെ കഴിവ് എന്താണ്, ആ കഴിവിൽ നമ്മൾ എന്താക്കും, വൃത്തിയാക്കി ചെയ്യിപ്പിക്കും. അപ്പോൾ ഇപ്പോൾ അവൻ ആദ്യമായിട്ട്, നീ ഇതിന് മുന്നേ കയറ്റത്തിൽ നിന്ന് എടുത്ത് നോക്കിയിട്ടുണ്ടോ? ഇല്ല. അവനെ കൊണ്ടൊന്ന് എടുപ്പിച്ച് നോക്കുകയാണ്. ഞങ്ങളിപ്പോൾ ഒരു കയറ്റത്തിലുള്ളത്. അപ്പോൾ അത് നമുക്ക് പഠിച്ചു വരുന്നവർക്ക് കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എന്ത് ചെയ്യണേ വീഡിയോ ഇട്ടേക്കണം. ഇതിന് മുന്നേ ഒക്കെ ഇട്ടിട്ടുണ്ട്. എന്നാലും വേറെ പുതിയതായിട്ടുള്ള സബ്ജക്റ്റൊന്നും നമുക്കിതിൽ ഇടാനില്ല. നമുക്കിതിങ്ങനെ മാറി മാറി വരും ഓരോരുത്തരുടെ. അപ്പോൾ അത് ഞാൻ ഇങ്ങനെ ഇടും, അല്ലാതെ പുതിയതായിട്ടൊന്നുമില്ല. ഇനി ആയി വരുമ്പോൾ അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ വരും. അപ്പം നമുക്ക് ഈ വീഡിയോസിൻ്റെ ആവശ്യം ഉണ്ടാവില്ല. ഇപ്പോൾ തുടക്കക്കാർക്ക് എന്തുള്ളൂ, ഇതിൻ്റെ ആവശ്യമുള്ളൂ. എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞവർക്ക് എന്തില്ല, ഈ വീഡിയോൻ്റെ ആവശ്യമില്ല. ഓക്കെ. അപ്പോൾ നമ്മളിപ്പോൾ ആ കയറ്റത്തിൽ നിൽക്കുവാണ്. നമ്മുടെ വണ്ടി ന്യൂട്രൽ ഗിയറിലുള്ള ഹാൻഡ് ബ്രേക്ക് വലിച്ചു വെച്ചിട്ടാണ് ഇരിക്കുന്നത്. 2 രൂപത്തിലെടുക്കും. ഹാൻഡ് ബ്രേക്കിലും എടുക്കും, ഹാഫ് ക്ലച്ചിലും എടുക്കും. ചിലർ ആ ബ്രേക്ക് ചവിട്ടുന്ന ഹാൻഡ് ബ്രേക്ക് വലിച്ചു വെച്ച് ക്ലച്ച് പൊക്കി എടുക്കും. നമുക്ക് എന്തില്ല, ഹാൻഡ് ബ്രേക്കിലില്ലാതെ ക്ലച്ചിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യണം, എടുക്കണം. ഓക്കെ. നമുക്ക് നമ്മുടെ വണ്ടി പഴയ മാരുതി കേട്ടോ. ഓക്കെ. ക്ലച്ചും ബ്രേക്കും ചവിട്ടി പിടിച്ചടാ. അപ്പോൾ ക്ലച്ചും ബ്രേക്കും ചവിട്ടി പിടിക്കുമ്പോൾ എങ്ങനെ ക്ലച്ച് ചവിട്ടി പിടിക്കണം, എങ്ങനെ ബ്രേക്ക് ചവിട്ടി പിടിക്കണം എന്നുള്ള ലെവലിൽ ചവിട്ടി പിടിക്കണം. എന്നാലേ നമുക്കത് കാലെടുത്ത് മാറ്റാനൊക്കെ പറ്റുള്ളൂ കേട്ടോ. കയറ്റി ചവിട്ടി കഴിഞ്ഞാൽ നടക്കൂല. അതൊക്കെ ശ്രദ്ധിച്ച് വേണം ചവിട്ടാൻ. ഓക്കെ. നമുക്ക് സ്റ്റാർട്ടാക്കാം. സ്റ്റാർട്ടായിക്കോ. വണ്ടി സ്റ്റാർട്ടായി. ഇനി നമുക്ക് മുന്നോട്ട് പോകണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നൈട്ടേ ബലം പിടിക്കാൻ സമാധാനത്തിന്. ഓക്കെ. വീണമെന്ന് നമുക്ക് തോന്നുന്നുണ്ടോ? ഓക്കെ. വീണിട്ടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഒന്ന് അടുത്ത ഗിയറിലോട്ടൊന്ന് പോയി. ചില സമയത്ത് നമ്മളിങ്ങനെ ഡയറക്റ്റ് ഒറ്റടിക്ക് എടുക്കുമ്പോൾ ചിലപ്പോൾ വീണൊന്നും വരില്ല. ഇത് വീണിട്ടില്ല ശരിക്കും. അപ്പോൾ അത് കുടുങ്ങി കിടക്കുവാണ്. ഓക്കെ. വീണിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ വീണു. അത് ചിലപ്പോൾ ലോക്കായി നിൽക്കും. ചിലപ്പോൾ നമുക്ക് കറക്റ്റ് ഫസ്റ്റിലോട്ട് വീഴൂല. അപ്പോൾ വണ്ടി ചിലപ്പോൾ ചെറുതായിട്ട് എന്ത് ചെയ്യേണ്ടി വരും, ഒന്ന് ഇളകേണ്ടി വരും. ആ ഗ്യാപ്പിൽ കൂടെ കയറാത്തതുകൊണ്ടാണ്. ഇങ്ങനെ ഒരു ഗ്യാപ്പുണ്ട്, അതിൽ കയറാത്തതുകൊണ്ടാണ്. ഇതിപ്പോൾ ഒരു ഗ്യാപ്പാണെങ്കിൽ ഈ ലെവലിലേക്ക് ചിലപ്പോൾ കയറണം എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെ നിൽക്കും. അപ്പോൾ കയറൂല. അപ്പോൾ ചിലപ്പോൾ വണ്ടി ഒന്ന് ചെറുതായിട്ട് ഇളകിയാലേ എന്താവുള്ളൂ, ആവുള്ളൂ. അങ്ങനെ ചിലപ്പോൾ ഗിയർ കുടുങ്ങി നിൽക്കുന്നതാണ്. ഇപ്പോൾ റെഡിയാണ്. ഹാൻഡ് ബ്രേക്ക് വലിച്ചു വെച്ചേക്കണം അല്ലേ? അതെ. ഹാൻഡ് ബ്രേക്ക് നീ ഒഴിവാക്കിക്കേ. ഒഴിവായി. ഇനി നീ ബ്രേക്കിൽ നിന്ന് കാലെടുത്തേ. ബാക്കിയുള്ളവർക്കൊന്ന് കാണാൻ വേണ്ടിയിട്ടോ. ഒന്ന് ബ്രേക്കിൽ നിന്ന് കാലെടുക്ക്. എടുക്ക്. ബ്രേക്കിൽ നിന്ന് കാലെടുത്തിട്ട് വണ്ടി പിറകോട്ട് പോകുന്നില്ലേ? അയ്യോ, ഇത് കയറ്റം അല്ലേ ദൈവമേ. ഇത് കയറ്റമായിരുന്നല്ലോ നമ്മൾ നിർത്തിയപ്പം. ഓക്കെ. ആ ഒരു കല്ലിലായിരുന്നു. ചവിട്ട്. ഇപ്പോൾ വണ്ടി പോകുന്നുണ്ടോ? ഒരു കല്ലിൽ കൂടിയും കിടക്കുമായിരുന്നു കേട്ടോ. കല്ലെടുത്ത് ബ്രേക്കിൽ നിന്ന് കാലെടുക്ക്. ഒന്നും കൂടെ എടുക്ക്. ബേക്കോട്ട് പോകണമെന്ന് കണ്ടോ ബേക്കോട്ട് പോകുന്നുണ്ട്. ഓക്കെ. സ്റ്റോപ്പ്. ബ്രേക്ക് ഓടിക്കും. അപ്പോൾ നമ്മുടെ വണ്ടി ഇതാ ഇപ്പോൾ ബ്രേക്കിൽ നിന്ന് കാലെടുത്തിട്ട് വണ്ടി പിറകോട്ട് പോകുന്നുണ്ട്. ഓക്കെ. വൈപ്പർ ഒന്നിട്ടെ. ഓക്കെ. അങ്ങനെ നിന്നോട്ടെ. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഫസ്റ്റ് ഗിയറിലിട്ട് നിൽക്കുവാണ്. ഹാൻഡ് ബ്രേക്ക് നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് വണ്ടി മുന്നോട്ട് എടുക്കണം. അപ്പോൾ നമുക്ക് എടുക്കേണ്ട വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ബ്രേക്കിൽ നിന്ന് കാലെടുത്താൽ നമ്മുടെ വണ്ടി എങ്ങോട്ട് പോകും, ബേക്കോട്ട് പോകും. അപ്പം നമ്മൾ ഹാഫ് ക്ലച്ച്, ഓരോ വണ്ടിക്കും ഹാഫ് ക്ലച്ചിൻ്റെ അളവും കാര്യങ്ങളും മാറ്റമുണ്ട്. ചിലപ്പോൾ നമ്മുടെ വണ്ടി പൊക്കിയതാ ഈ ലെവലാകുമ്പോഴത്തേന് നമുക്ക് ചിലപ്പോൾ വൈബ്രേഷൻ കിട്ടും. ചിലപ്പോൾ അൾട്ടോയാണ്, ചിലപ്പോൾ ഇത്രയും കൂടെ പൊങ്ങേണ്ടി വരും. അത് ഓരോ വണ്ടിക്ക് ചിലപ്പോൾ മുകളിലും താഴെയൊക്കെ ആവും. അത് വണ്ടീൻ്റെ സാഹചര്യത്തിനനുസരിച്ച്, വണ്ടീൻ്റെ അവസ്ഥയ്ക്ക് അനുസരിച്ച് എന്താവും, ഈ ഹാഫ് ക്ലച്ചിൻ്റെ ലെവൽ മാറും. അത് നമുക്ക് പറഞ്ഞു തരാൻ പറ്റില്ല. അത് എടുക്കുന്നവർക്ക് മനസ്സിലാവണം. അപ്പോൾ നമ്മുടെ വണ്ടി ഇപ്പം നേരെ കറക്റ്റ് സ്റ്റാർട്ടിങ്ങിന് കിടക്കണ വേറെ ഒരു സൗണ്ട് നമുക്ക് കേൾക്കുന്നില്ല. ഉണ്ടോ? ഇല്ല. മെല്ലെ ക്ലച്ച് പൊക്കി. എടുത്ത് ഓടാൻ പറ്റൂല. ഒരു ചായ ഉണ്ടാക്കി കുടിക്കണ സമയം നമുക്ക് എവിടെയുണ്ട്, ഈ ക്ലച്ചിൽ താങ്ങാനുണ്ട്. അത്ര നമ്മൾ എന്ത് ചെയ്യണം, എടുക്കണം. വെയിറ്റ്. ചവിട്ടി പിടിക്ക്. നീ അങ്ങോട്ട് നോക്കണ്ട. നീ മുന്നോട്ട് നോക്കി ഇരുന്നാൽ മതി. മെല്ലെ എടുക്കുക. അത്രയും പൊക്കരുത്. മെല്ലെ എടുക്കുക. അതിലും മെല്ലെ എടുക്കണം. മെല്ലെ എടുത്തേ. ഞാൻ പറയൂ കേട്ടോ. മെല്ലെ എടുക്ക്. ഇപ്പം ചെറുതായിട്ട് നമുക്ക് നമ്മുടെ വണ്ടീൻ്റെ സ്റ്റാർട്ടിങ്ങിൻ്റെ ഇത് മാറ്റം വരുന്നുണ്ട്. ഒരു വൈബ്രേഷൻ വരാൻ തുടങ്ങി. നമുക്ക് ഉണ്ട്. ഇപ്പോൾ ക്ലച്ച് ചെറുതായിട്ട് പൊങ്ങിട്ടോ. അപ്പോൾ വൈബ്രേഷൻ വന്നു. പക്ഷേ പോരാ. ഒരു നൂലും കൂടെ പൊങ്ങിക്കോട്ടെ. പൊങ്ങിയിട്ട് ഇങ്ങനെ വണ്ടി ഇങ്ങനെ വിറയ്ക്കാൻ തുടങ്ങും. അങ്ങനെ നിൽക്കട്ടെ. ഇനി നീ താഴോട്ടും ചവിട്ടാൻ പാടില്ല, മേലോട്ട് എടുക്കാനും പാടില്ല. ആ ലെവലിൽ അങ്ങനെ അവിടെ ലോക്കാക്കി വെച്ചിട്ട് ബ്രേക്കിൽ നമ്മൾ മെല്ലെ ഒന്ന് കാലെടുത്ത് നോക്കി. ഓക്കെ. മാറ്റല്ലേ, ഞാൻ പറഞ്ഞു തീർന്നില്ല. മാറ്റില്ല. നീ ആദ്യമായിട്ടാണ്. വെയിറ്റ് ചെയ്യ്. അപ്പോൾ ഇനി ചവിട്ടരുത്. ക്ലച്ച് താഴോട്ടും ചവിട്ടരുത്, എടുക്കുകയും ചെയ്യരുത്. പക്ഷേ ബ്രേക്കിൽ നിന്ന് മാറ്റിയ പിറകോട്ട് ആയിട്ടില്ല. ഇങ്ങനെ ഒരു 3 പ്രാവശ്യമെങ്കിലും ആക്കിയാലേ എന്താവുള്ളൂ, നമ്മൾ ഈ ഹാഫ് ക്ലച്ചിൻ്റെ അടുത്ത് എത്തുള്ളൂ. ഓക്കെ. അപ്പോൾ വീണ്ടും നമ്മൾ ക്ലച്ച് മെല്ലെ ഒന്നും കൂടെ പൊക്കി. ആ നേരത്തെ പൊക്കി താഴോട്ട് ചവിട്ടിയിട്ടില്ല. ഒരു നൂല് പൊക്കുവാണ്. അങ്ങോട്ട് നോക്കണ്ട. മെല്ലെ പൊക്കിക്കോ.
ഓക്കെ, ഒന്ന് അതേപോലെ വെച്ചു. അപ്പം ഇനി താഴോട്ടും ചവിട്ടരുത്, മേലോട്ടും പൊക്കരുത്, അങ്ങനെ തന്നെ അവിടെ ഇരിക്കട്ടെ. ഇനി വീണ്ടും ഒന്ന് ബ്രേക്കിൽ നിന്ന് കാലെടുത്ത് നോക്കിയേ. മെല്ലെ ബ്രേക്കിൽ നിന്ന് മെല്ലെ ഒന്ന് എടുക്കുക. ജസ്റ്റ് മുന്നോട്ടോ ബാക്കോട്ടോ പോകണ്ടെന്ന് അറിയണം, അല്ല നേരത്തെ പൊക്കിയ പോലെ പൊക്കരുത്. ബ്രേക്കിൽ നിന്ന് കാലെടുത്തേ, എടുത്ത് മാറ്റിക്കോടെ കുട്ടാ. ഇപ്പൊ നമ്മുടെ വണ്ടി വേണ്ട, ആക്സിലേറ്റർ ചവിട്ടരുത്, ക്ലച്ച് താഴോട്ട് ചവിട്ടരുത്, ക്ലച്ച് പൊക്കരുത്. ഇപ്പൊ നമ്മുടെ വണ്ടി എങ്ങനെയാ നിൽക്കണേ? ക്ലച്ചിലാണ് നിൽക്കണേ, കണ്ടോ? ഇനി നമ്മുടെ വണ്ടി ക്ലച്ച് മാത്രം പൊക്കി കഴിഞ്ഞാൽ ഇപ്പൊ നമ്മുടെ വണ്ടി ഇവിടെ എന്താവും? ഓഫായി പോവും. അപ്പൊ ഇനി ഓഫ് ആവാതിരിക്കണമെങ്കിൽ നമ്മൾ എന്ത് കൊടുക്കണം? ആക്സിലേറ്റർ മെല്ലെ ചവിട്ടിയ സൗണ്ട് വരുത്തിക്കും, മെല്ലെ ചവിട്ടിക്ക്, സമാധാനത്തിൽ ചവിട്ടിക്കോ. ക്ലച്ച് പൊക്കണ്ട, ആക്സിലേറ്റർ ചവിട്ടിക്ക്, ആക്സിലേറ്റർ ചവിട്ട്. സൗണ്ട് ഇച്ചിരി കൂടെ വരട്ടെ, ഇച്ചിരി കൂടെ വന്നോട്ടെ. ഒരു ഇനി ഒഴിവാക്കരുത്, ആക്സിലേറ്റർ ചവിട്ടിന് ഒഴിവാക്കാതെ ചവിട്ടി പിടിക്കേ. ഇച്ചിരി കൂടെ ചവിട്ടിക്കോ. യെസ്, അങ്ങനെ അവിടെ നിൽക്കട്ടെ, അത് ഇനി ഒഴിവാക്കരുത്. അതിലാ ക്ലച്ച് മെല്ലെ എടുത്ത് ഓടാതെ മെല്ലെ ക്ലച്ചിന് പൊക്ക്. മെല്ലെ എടുത്ത് ഓടരുത്, മെല്ലെ ലയിപ്പിച്ചാൽ മതി. രണ്ടും നടക്കണം. മെല്ലെ പോവാണ്. ഓക്കെ, ഇപ്പൊ നമ്മുടെ വണ്ടിന്റെ ഒരു അകല ഉരുണ്ടു. ഇനി ക്ലച്ചിൽ നിന്ന് നീ ഒന്ന് കാലെടുത്ത് നോക്കിയേ, കാലെടുത്ത് മാറ്റിക്കോ. ആക്സിലേറ്റർ മെല്ലെ സോഫ്റ്റ് ആയിട്ട് മെല്ലെ പോയാൽ മതി. നിനക്ക് മനസ്സിലായോ? നീ ഇതിനു മുന്നേ എടുത്തിട്ടുണ്ടോ? ഫസ്റ്റ് ടൈം നോക്കുവാണോ? ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു തന്ന നോക്കിയേ, ഫസ്റ്റത്തെ അറ്റംപ്റ്റിൽ ചിലപ്പോൾ നമുക്ക് കിട്ടൂല. അപ്പൊ നമ്മൾ ആ ക്ലച്ച് ചവിട്ടി പിടിച്ച് വൈബ്രേഷൻ വരും, ബ്രേക്കിന്ന് മെല്ലെ ഒന്ന് എടുത്തു നോക്കാനേ പാടുള്ളൂ. ഇപ്പൊ നമുക്ക് എന്തായി? നീ ഒരുപാട് എടുത്തു നോക്കി, നിന്റെ വിചാരം ആ സമയം അതിൽ ചിലപ്പോൾ പോകുമായിരിക്കുന്നതായിരിക്കും അല്ലേ? ആണോ? അതല്ല, നമ്മളിപ്പോ ഫസ്റ്റ് നിന്നോട് വൈബ്രേഷൻ വന്ന് ബ്രേക്കിന്ന് എടുക്കാൻ പറഞ്ഞപ്പോ നീ വിചാരിച്ചെന്താ ചിലപ്പോ അത് മുന്നോട്ട് പോകുന്നു വിചാരിച്ചായിരുന്നു അല്ലേ? അപ്പൊ അങ്ങനെയല്ലാന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? അപ്പൊ നമ്മളിത് അനുഭവിച്ചറിഞ്ഞാണോ ഈ ഹാഫ് ക്ലച്ച് കയറ്റത്തിൽ നിന്ന് എടുക്കണത് ചെയ്തത്? ഇനി നിനക്കിത് മറന്നു പോവോ? ഇല്ല. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ.